DC ബുക്സ് സംഘടിപ്പിക്കുന്ന കോഴിക്കോട്ട് KLFന്റെ ഉദ്ഘാടന വേദിയിൽ പ്രധാന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ MD വാസുദേവൻ നായർ നടത്തിയ പ്രസംഗം ഒരു വലിയ വിവാദം ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയ വിഷയമാണ്. അദ്ദേഹം ഒരു എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ പറഞ്ഞത്. നമ്മുടെ പല രാജ്യങ്ങളും നോക്കിയാൽ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എഴുത്തുകാരും കലാകാരന്മാരുമൊക്കെ സജീവമായിട്ട് പങ്കുചേരുകയോ അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്ത ഒട്ടേറെ സംഭവങ്ങളുണ്ട്. MD തൻ്റെ പ്രസംഗത്തിലും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റഷ്യയിൽ തന്നെ മാക്സിം ഗോർക്കിയും ചെക്കോവും അല്ലെങ്കിൽ അതേപോലെ പല എഴുത്തുകാരും റഷ്യയിൽ തന്നെ, അതുപോലെ യൂറോപ്പിൽ, അതുപോലെ അമേരിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിൽ പബ്ലോ നെരൂദ, മാർക്കേസ് തുടങ്ങി എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അവരൊക്കെ സദുദ്ദേശത്തോടെയാണ്, നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ ഇടപെടുന്നത്. അങ്ങനെ വളരെ ആദരവോടെയാണ് നമ്മൾ MDയുടെ ഇടപെടലിനെ കാണുന്നത്. പക്ഷെ എന്തിലും ഏതിലും നെഗറ്റീവ് കുത്തിത്തിരിപ്പ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് MD പറഞ്ഞതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഇങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ വന്നതിൽ വിശദീകരണ കുറിപ്പ് MDയുടേതായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ MD ഇത് സംസാരിച്ചതിന് ശേഷം അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, MD എന്തെങ്കിലും ഒരു വിശദീകരണം ഇതിൽ പറയാതിരിക്കില്ല. കാരണം MD പറഞ്ഞതിനെ സൗകര്യപൂർവ്വം എങ്ങനെയൊക്കെ വളച്ചൊടിക്കുന്നു എന്ന് MD കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. അദ്ദേഹത്തെ കാണാൻ പോയ എഴുത്തുകാരൻ സുധീർ എന്നിയുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ട് സുധീർ എന്നി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. MD ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് ഇതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ, ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് വിമർശിച്ചിട്ടില്ല, അങ്ങനെ അതിനെ എടുക്കാൻ പാടില്ല. ഞാൻ ഇന്നത്തെ ചില യാഥാർത്ഥ്യങ്ങൾ, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു ഇമ്പാക്റ്റ്, നല്ലൊരു ഇമ്പാക്റ്റ് അതുകൊണ്ട് സമൂഹത്തിന് ഉണ്ടാകുമെങ്കിൽ ഞാൻ അതിൽ സന്തുഷ്ടനാണ്. ഇവിടെ പിണറായി വിജയനെതിരെ മാത്രമാണ് ഈ പരാമർശം MD നടത്തിയത് എന്ന് വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ അന്തിച്ചർച്ചയിലുമൊക്കെ അതൊരു വലിയ കാമ്പയിനായിട്ട് മാറ്റുക. ഇത് നരേന്ദ്രമോദിയെ അല്ല പറയുന്നത്, ഇത് പിണറായി വിജയനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കാനുള്ളൊരു വ്യഗ്രത. ഇത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ് പറയുന്നത്, ഞങ്ങൾ പറയുന്നില്ലേ. ഇതൊരു ഈ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു ടെസ്റ്റ് ചെയ്തത് എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ MD ഇന്ന് വിശദീകരിച്ചു. സുധീറിനോട് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിമർശിക്കുകയായിരുന്നില്ല വ്യക്തിപരമായിട്ട് ആരെയും. ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി, അത് പറഞ്ഞു, അത്ര തന്നെ. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കുമെങ്കിൽ ഒരുക്കിയാൽ അത്രയും നന്ന്. ഇതാണ് MDയുടെ വിശദീകരണം. ഇത് ആർക്കൊക്കെ വിമർശനത്തിന് വഴിയൊരുക്കുമെന്ന് അവരവരാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് മാത്രം ബാധകമായിട്ട് MD പറഞ്ഞു എന്ന് MD തന്നെ അതിനെ നിരാകരിച്ചിരിക്കുന്നു. അപ്പം കോഴിയെ കട്ടവൻ്റെ തലയിൽ പൂടയിരിക്കുമല്ലോ. അപ്പം ഈ പൂട ആരുടെയൊക്കെ മേൽ ഇരിപ്പുണ്ടല്ലോ, തലയിൽ ഇരിപ്പുണ്ടോ എന്ന് അവരവർ സ്വയം ഓരോ നേതാക്കളും ചിന്തിക്കുക. ആരുടെയും പേര് പറയേണ്ട കാര്യം നമുക്കില്ല, അവരവർ ചിന്തിക്കുക. ഒരാൾ ഭരണം കിട്ടിയാൽ ഏകാധിപതിയാവുന്നത്, അല്ലെങ്കിൽ ഭരണത്തിലൊരു ടോട്ടാലിറ്റേറിയനിസം വരുന്നത്, സർവാധിപത്യ പ്രവണത വരുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഏകാധിപതിയാവുന്നത് എങ്ങനെയാണ് എന്ന് ലോക ചരിത്രത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. അതിൽ ചിലരെ മാത്രം നമ്മൾ പൊക്കിയെടുത്ത് കാണിക്കുന്ന ലോക ഏകാധിപതി, ചിലരെ നമ്മൾ തമസ്കരിക്കും. അദ്ദേഹത്തെ പറ്റി ഇതിനേക്കാൾ വലിയ ഏകാധിപതിയായിരിക്കാം അപ്പുറത്തെ തട്ടിലിരിക്കുന്ന ആൾ. ഇടത് പക്ഷത്തെ ഒരു ഏകാധിപതിയേക്കാൾ വലിയ ഏകാധിപതിയായിരിക്കും വലതുപക്ഷത്തിരിക്കുന്ന തട്ടത്തിലെ ഏകാധിപതി. ആ ഏകാധിപതിയെ പറ്റി നമ്മൾ മിണ്ടാറേയില്ല. എന്നിട്ട് ഇതെടുത്ത് കാണിക്കും. ഇതൊന്നും ഒരിക്കലും ആരോഗ്യകരമായ വിലയിരുത്തലല്ല. ആരായാലും ഏകാധിപതിയാണ്.
അതിൽ തിരുത്തൽ വരണമെങ്കിൽ സമൂഹം എങ്ങനെ മാറണമെന്ന് MD അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമൂഹം ഒരു ആൾക്കൂട്ടമല്ല, ആൾക്കൂട്ടത്തിൽ നിന്നും എങ്ങനെ ഒരു ക്രിയാത്മകമായ ഒരു സമൂഹമായിട്ട് മനുഷ്യ സമുദായമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്ന് MD അദ്ദേഹത്തിന്റെ ഈ KLF-ലെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആർക്കും വായിക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്കൊരു അപ്പക്കഷ്ണം കിട്ടി, അത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് അതിന്മേൽ ഞങ്ങൾ ഐസിങ്ങും ചോക്ലേറ്റും എല്ലാം ചേർത്ത് വനില ഫ്ലേവറോ ചോക്ലേറ്റ് ഫ്ലേവറോ ഒക്കെ ചേർത്ത് ഞങ്ങളിത് അങ്ങ് കൊഴുപ്പിച്ച് ഞങ്ങൾ പണ്ടാരമടങ്ങുമെന്ന് പറയുന്ന ആ ഒരു സമീപനമുണ്ടല്ലോ, ഇറ്റ് ഈസ് അൺഹെൽത്തി. അതൊന്നും ഒരു സമൂഹത്തിനും ഗുണം ചെയ്യത്തില്ല. പ്രധാനമന്ത്രിയായിരിക്കെ നെഹ്റു, അദ്ദേഹം വലിയൊരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. ഇത് പറയുമ്പോൾ ഇപ്പം MDയുടെ ഈ ഒരു പ്രസംഗത്തെ പറ്റി പറയുമ്പോൾ നെഹ്റു, ഞാനൊക്കെ വിശ്വസിക്കുന്നത്, എന്നെപ്പോലെ പലരും കരുതുന്നുണ്ട്, നെഹ്റു ഒരു ഭരണാധികാരിയേക്കാൾ മികച്ചു നിന്നത് ഒരു റൈറ്റർ, എഴുത്തുകാരൻ എന്ന നിലയിലാണ്. MDയെ പോലെ അല്ലെ മറ്റ് വിശ്വോത്തര എഴുത്തുകാരെ പോലെ. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, ഡിസ്കവറി ഓഫ് ഇന്ത്യ മുതൽ ഓരോന്നും എടുത്ത് നോക്കുക. നെഹ്റു വളരെ മഹാനായ ഒരു എഴുത്തുകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു, റൈറ്ററായിരുന്നു. രണ്ടാമത് മാത്രമാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന റോളിലേക്ക് വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നെഹ്റു എഴുതി എന്താണ് ഏകാധിപത്യത്തെക്കുറിച്ച്. ജനങ്ങളിങ്ങനെ നമ്മളെ ഇങ്ങനെ ഇത്രയും ആരാധിക്കുമ്പോൾ എൻ്റെ ഭയം, ഞാൻ ഭയപ്പെടുന്നത് ഞാൻ അറിയാതെ തന്നെ ഞാനൊരു ഏകാധിപതിയായി പോകുമോ എന്ന ഭീതി എനിക്കുണ്ട്. അത് ഓരോ നിമിഷവും ഞാൻ അതിനെ ഇങ്ങനെ ചെക്ക് ബാലൻസ് ചെയ്ത് പോവുകയാണ്. ഞാൻ ഏകാധിപതിയാവുന്നുണ്ടോ, അങ്ങനെ എൻ്റെ പെരുമാറ്റത്തിൽ വരുന്നുണ്ടോ, എപ്പോഴും ഞാൻ ഓരോ നിമിഷവും അത് ആലോചിച്ചാൽ പോകുന്നതെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചർച്ചാ വിഷയമല്ല. നമുക്കാകെ വേണ്ടത് MDയുടെ പ്രസംഗത്തിലെ ഒരു വാക്യം അല്ലെ ഒരു വാചകം അല്ലെ ഒരു വാക്ക് എടുത്തിട്ട് അതിനെ ഞങ്ങളങ്ങ് മസാല പുരട്ടാൻ അല്ലെ ചോക്ലേറ്റ് പുരട്ടാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്കത് പറ്റുമെന്നുള്ള ഈ കുൽസിത ബുദ്ധി ഉണ്ടല്ലോ, കുബുദ്ധിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് MDക്ക്, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ MDക്ക് ഒരു വിശദീകരണം നൽകേണ്ടി വന്നത്. എനിക്ക് MDയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ മഹത്വം എന്നല്ല ഞാൻ പറയുന്നത്, സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെ MDയുമായിട്ട് വളരെ അടുത്തിടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് മാതൃഭൂമിയിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത്, ജേർണലിസ്റ്റ് ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് MD അന്ന് പീരിയോഡിക്കൽസ് എഡിറ്ററായിരുന്നു. പലതവണ MDയുമായിട്ട് പല സ്റ്റോറികൾ, കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ. അപ്പം അങ്ങനെ വർഷങ്ങളോളം MDയുമായിട്ടൊരു വളരെ അടുത്ത ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അത് വെച്ചിട്ട് ഞാൻ പറയാം, MD ആരാണെന്ന് എനിക്കറിയാം, എന്നെപ്പോലെ സുധീറിനറിയാം, പലർക്കും അറിയാം. ഇപ്പോൾ കോഴിക്കോട്ട് കൊട്ടാരം വീട്ടിലെ MDയുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് MD ഇങ്ങനെ എനിക്ക് വന്നൊന്ന് കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് മാത്രമല്ല, പല എഴുത്തുകാർക്കും പല ജേർണലിസ്റ്റുകൾക്കും അത്തരം അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് MDയുടെ ചെലവിൽ ഇവിടെ ഒരു നിഗ്രഹ പരിപാടിയൊന്നും ആരും നടത്താൻ ഉദ്ദേശിക്കേണ്ട. അതിന് MD അതിന് കിട്ടത്തില്ല, MD അതിന് കൂട്ടുപിടിക്കേണ്ട. നിങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്തു, അതിന് MDയെ കൂട്ടുപിടിച്ചിട്ട് വേണ്ട എന്ന് MD തന്നെ അതിന് വിശദീകരണം തന്നിട്ടുണ്ട്. അതിനെ മാനിക്കുക, ഈ കുത്തിത്തിരിപ്പുകൾ ഇവിടെ അവസാനിപ്പിക്കുക. അതിനൊന്നും നിന്നിരുന്ന ഒരാളൊന്നുമല്ല MD വാസുദേവൻ നായർ. ഈ കുത്തിത്തിരിപ്പ് നടത്തുന്നവർ ആദ്യം ചെയ്യേണ്ടത് MD വാസുദേവൻ നായർ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്രമാത്രം ഞങ്ങൾക്ക് പറയാം.